ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ രാവിലെ ഇങ്ങനെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വീട്ടിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. കൊറിയറിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കൂ, എന്താ പറയാനുള്ളത്? ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നതാണ് ഗൈസ്. നമ്മൾ സെബേന്റെ വീട്ടിൽ, സെബ എന്റെ വീട്ടിൽ വരാന്ന് വന്നില്ല. ആ സങ്കടത്തിന്റെ പുറത്ത് ഞാൻ സെബേന്റെ വീട്ടിൽ വന്നു ഗൈസ്. അതെ, സങ്കടത്തിന്റെ പുറത്ത് രാവിലെ ഞാൻ ഉറക്കത്തിന്ന് 10 മണി 8:30 ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊറിയർ. ഞാൻ വെച്ചാൽ ക്രിസ്മസിന്റെ വല്ല കേക്കോ വല്ലോ ആയിരിക്കും. ഒരു 10 മണി ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടില്ല. അപ്പൊ വന്നിട്ട് അതും ചിപ്പിയെ കൊണ്ട് പറയുന്നു ചിപ്പി വരുന്നതാണ്. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ചിപ്പിയെ തപ്പുക. നോക്കിയപ്പോഴത്തേക്ക് ഇവൾ ഞാൻ മാത്രം. അപ്പൊ നമുക്ക് ഒരു ഹോം ടൂർ നടത്താം. കമോൺ, കേറിക്കോ ലച്ചു. എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. നമ്മളാരും ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇങ്ങനൊരു സാധനം ജയില് പോലെ പെരയ്ക്ക് പണ്ട് പ്രാന്തായതുകൊണ്ട് അടച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് നമ്മൾ ഉറങ്ങി കിടക്കുന്ന സാഹചര്യത്തിൽ അമ്മ വെളിയിൽ നിന്ന് പൂട്ടിട്ട് പോകുന്ന സംഭവമാണ്. ഇത് ഹാൾ. ഇവിടെ ഒരു സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ. അത് ഞാൻ നമ്മളിപ്പോൾ തുറക്കാൻ പോകുന്നത് റൂമാണ് ഗൈസ്. ഓ, ഇതാ ഫെബയുടെ മെയിൻ സാധനം, ഫാദർ ഡൊമിനിക്. ഇതാണ് ഫെബയുടെ റൂം ഗൈസ്. യെസ്, ഇതാ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം ഇവിടെ. എന്റെ രസമുണ്ട് ഫെബേ. അതെ, ഈ സാധനം എടുത്ത് തല വെച്ച് വെക്കും. നല്ല ഇങ്ങനെ ആ മോള് വെച്ചു. ഇതാണ് ഫെബേന്റെ ഏതോ ഒരു കുട്ടി. ടെഡി ബിയർ. കൊച്ചിന് പേരുണ്ടോ? പേരില്ല. പേര് വേണേ ഇട്ടോ. നിങ്ങൾ നോക്കൂ, എന്താണിത്? ആരാണിത്? നോക്കൂ, സൂം ചെയ്യൂ. ഞാൻ ഇത് നമ്മുടെ മറ്റേ ഷാംപൂയുടെ പരസ്യത്തിലെ കുട്ടി. ഇങ്ങനെ സുന്ദരിയായിരുന്നു ഞാൻ. ടാൻ അടിച്ചു പോയതാ. ഇവിടെ ഒരു ബെഡ്. ഇത് ബെഡായിരുന്നു. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. നമുക്ക് സൗന്ദര്യം നോക്കാം. ഇനി നമുക്ക് മോളിൽ പോവാം. എന്റെ ഫോൺ എവിടെ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. അതെ, ഇത് ലച്ചുവിനുള്ള ഒരു ഹോം ടൂർ ആണ്. വീട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നു. നോ 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 നോ, ലൈറ്റിങ്ങിന്റെ സാധനം. ബുക്കുകൾ, എന്റെ LKG തൊട്ടുള്ള ബുക്കുകളാണിത്. ഫെബ സൂസൻ ഫിലിപ്പ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8C. ഓ, മലയാളം ടെസ്റ്റ്. ഫെബ മലയാളം വായിക്കൂ. ഇതെന്താണ് ഫെബ? 19ാം നൂറ്റാണ്ട്. എനിക്ക് മലയാളം വായിക്കാനാ. എനിക്ക് മലയാളം വായിക്കാൻ അറിയാം ഗൈസ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷെ നമ്മളിപ്പോ കന്നഡ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാ മലയാളം പറഞ്ഞു. അല്ലേ ഇല്ലേ, കന്നഡ ഗൊത്തില്ല. ഇതാണ് ഏറ്റവും ഈ വീട്ടിലെ വൃത്തികെട്ട മുറി. ആരും കണ്ടു പേടിക്കണ്ട. ഓർഗനൊക്കെ ഉണ്ട്. ഇവിടെയും ഒരു കണ്ണാടി. ഇതാണ് പൊന്നന്റെ പെട്ടികൾ. പൊന്നൻ എപ്പോഴും ട്രിപ്പ് പോകുന്നുണ്ട്. കുറെ പെട്ടികൾ. ദിസ് ഈസ് പൊന്നന്റെ റൂം. 2 കട്ടിലൊക്കെ ഉണ്ട് പുള്ളിക്ക് കിടക്കാൻ. അവന് ഒരു കട്ടില് കൊണ്ട് അവന് ഇഷ്ടമല്ല. അവന് 2-3. പൊന്നന് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കിയാ റോഡിൽ ആരെങ്കിലും പോകുന്നുണ്ടോ, വല്ല പെൺപിള്ളേര് സ്കൂളിൽ പോകുന്നുണ്ടോ എന്നൊക്കെ എല്ലാം കാണാൻ പറ്റും. ഗൈസ്, പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. നോക്കൂ ഗൈസ്, വീട്ടിൽ വന്നിട്ട് ജോലി എല്ലാം ചെയ്യിപ്പിക്കാം. അങ്ങോട്ട് പണിയെടുക്കണേ അങ്ങോട്ട്. നമ്മളിത് ഡോണറ്റ് മേടിച്ചു. എന്താ പറ്റിയമ്മേ ഡോണറ്റ് ഒക്കെ മേടിച്ചോണ്ട് വരാൻ കാര്യം? അമ്മ നല്ല കാര്യമൊക്കെ ചെയ്യുന്നു. പുതിയതൊക്കെ എന്നോട് പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതിന് വേണ്ടി നമ്മുടെ ഉസ്താദ്
കടയിലെയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെ അഭിപ്രായം പറയൂ? നല്ലയാണോ? ടേസ്റ്റി? കണ്ണ് രണ്ട് കണ്ണ്. ഗൈസ്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളല്ല, അമ്മ. ഇപ്പോഴേ എനിക്ക് ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കാൻ പറ്റും അല്ലേ? അല്ലേ? ആണോ? ഇഷ്ടപ്രസ് ചെയ്യുമ്പോ ഞാൻ പോകുമ്പോ മമ്മി പിടിച്ചിട്ട് രണ്ടടി കൊടുക്കും. എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഗൈസ്, ലച്ചു സർപ്രൈസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പൊ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നാണ് കൊണ്ടുപോയത്. വിഷമമുണ്ടോ പോകുന്നതിന്? ചെങ്ങന്നൂരൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ദിവസം തന്നതിന് ഫെബയുടെ മമ്മിക്ക് ഞാൻ വളരെയധികം നന്ദി പ്രഖ്യാപിക്കുന്നു. ഇവിടെ നാട് മൊത്തം സ്കൂട്ടറെ കൊണ്ട് നടന്ന എനിക്കൊരു നന്ദിയില്ല. അങ്ങനെ പോവാ. വീണ്ടും കാണുന്നവരേക്കും